കൂത്തുപറമ്പ് തൊക്കിലങ്ങാടിയിലെ സേവാഭാരതിയുടെ നേതൃത്വത്തിൽ കൊട്ടിയൂർ തീർത്ഥാടകർക്കായി ഒരുക്കിയ അന്നദാന വിശ്രമ കേന്ദ്രം ഭക്തർക്ക് അനുഗ്രഹമായി മാറുന്നു. ഭക്ഷണം കഴിച്ച് വിശ്രമിച്ച് ഏറെ ചാരിതാർത്ഥ്യത്തോടെയാണ് വിശ്വാസികൾ മടങ്ങുന്നത്. 23 ദിവസമായി നൽകി വന്ന അന്നദാന കേന്ദ്രത്തിന് ഇന്ന് സമാപന ദിവസം നിരവധി ഭക്തരാണ് എത്തിയത്. 3 ആഴ്ചക്കാലമായി കൊട്ടിയൂർ വൈശാഖ മഹോത്സവ തീർത്ഥാടകർക്ക് കൂത്തുപറമ്പ് സേവാഭാരതി തൊക്കിലങ്ങാടിയിൽ നടത്തിവന്ന അന്നദാനം സമാപിച്ചു. മെയ് 29-ന് ആരംഭിച്ച അന്നദാന കേന്ദ്രത്തിൽ രാവിലെ കാപ്പിയും പ്രഭാത ഭക്ഷണവും ഉച്ചക്കും രാത്രിയും അന്നദാനവുമാണ് നൽകി വന്നത്. അതോടൊപ്പം തീർത്ഥാടകർക്ക് വിശ്രമിക്കാനുള്ള സ്ഥലവും ശുചിമുറികളും ഉൾപ്പെടെ ഇവിടെ ഒരുക്കിയിരുന്നു. കൊട്ടിയൂർ തീർത്ഥാടകർക്കായി തുടർച്ചയായ 4ാം വർഷമാണ് ഭക്ഷണ വിശ്രമ കേന്ദ്രം ഒരുക്കുന്നതെന്നും 23 ദിവസങ്ങളിലായി 1 ലക്ഷത്തിലധികം പേർ ഇവിടെ നിന്നും ഭക്ഷണം കഴിച്ച് വിശ്രമിച്ച് മടങ്ങിയതായും സേവാഭാരതി കൂത്തുപറമ്പ് യൂണിറ്റ് പ്രസിഡന്റ് സി ഗംഗാധരൻ പറഞ്ഞു. സേവാഭാരതി കൂത്തുപറമ്പിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ മെയ് 29-ന് ആരംഭിച്ച അന്നദാനം ഇന്നിവിടെ ജൂൺ 20-ന് സമാപിക്കുകയാണ്. ഈ അന്നദാന കേന്ദ്രത്തിൽ എത്തി ഭക്ഷണവും മറ്റും സ്വീകരിച്ച് വിശ്രമിച്ച് പോകുന്നവരുടെ എണ്ണം ഏകദേശം 1 ലക്ഷത്തിലധികം വരുമെന്നുള്ളതാണ് ഏകദേശം ഞങ്ങൾ കണക്കാക്കിയിരിക്കുന്നത്. ഈ വർഷം 1 ലക്ഷത്തിലധികം ആൾക്കാർ വന്നിട്ട് ഇവിടെ വിശ്രമവും ഭക്ഷണമൊക്കെ ആയിട്ട് പോയിട്ടുണ്ട്. വിവിധ ജില്ലകളിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും പോലും ഇപ്രാവശ്യം കൂടുതലാണ് തീർത്ഥാടകർ. ഇപ്പം 3 നേരം ഇവിടെ ഭക്ഷണം നമ്മൾ വിതരണം ചെയ്യുന്നുണ്ട്. പ്രഭാത ഭക്ഷണവും രാത്രികാലങ്ങളിലും ഉച്ചക്കും രാത്രിയും ഭക്ഷണവും വിതരണം ചെയ്തു വരുന്നുണ്ട്. ഇവിടെ നാട്ടിലുള്ള എല്ലാവരും ഒത്തുചേർന്നുകൊണ്ട് ഏകദേശം 60ഓളം വളണ്ടിയേഴ്സ് ഇന്ന് ലാസ്റ്റ് ഡേ ആയിട്ട് 60ഓളം വളണ്ടിയേഴ്സ് ഇവിടെ സേവനം അനുഷ്ഠിക്കുന്നു. അല്ലെങ്കിലും 40-50ഓളം വളണ്ടിയേഴ്സ് എല്ലാ ദിവസങ്ങളിലും ഇവിടെ സേവനം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വളരെ വിജയകരമായിട്ട് ഈ അന്നദാനം ഇവിടെ ഇന്ന് സമാപിക്കുകയാണ്. ശനി ഞായർ ദിവസങ്ങളിൽ പ്രദേശത്തെ വീടുകളിൽ നിന്നും വിവിധ തരത്തിലുള്ള പ്രഭാത ഭക്ഷണം അന്നദാന കേന്ദ്രത്തിൽ എത്തിച്ചിരുന്നു. ഓരോ ദിവസവും നാട്ടുകാരും വിവിധ പ്രദേശങ്ങളിൽ നിന്നും വരുന്ന ശാഖാ പ്രവർത്തകരും ഉൾപ്പെടെ 50ലധികം പേരുടെ നിരന്തര പ്രവർത്തനം അന്നദാന കേന്ദ്രത്തിന്റെ കൂട്ടായ വിജയത്തിന് പിന്നിലുണ്ട്. ന്യൂസ് സൈറ്റ് കൂത്തുപറമ്പ്. നിങ്ങളുടെ അഭിമാനം, ഒപ്പം ഞങ്ങളുടെയും. വീടും പരിസരവും പ്രകൃതിയുടെ വൈവിധ്യം കൊണ്ട് സമ്പന്നമാക്കാൻ ടണൽ ആഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി. ബോൺസായി, ഓർണമെന്റൽ, എക്സോട്ടിക്, ഇൻഡോർ, ഔട്ട്ഡോർ ഫ്രൂട്ട് പ്ലാന്റുകളുടെ വിപുലമായ ശേഖരം. ലാൻഡ്സ്കേപ്പിംഗ്, ഡിസൈനിംഗ് ആൻഡ് ഗാർഡനിംഗ് രംഗത്ത് വിദഗ്ധരുടെ സേവനം. ഇനി നിങ്ങളുടെ പൂന്തോട്ടം മനസ്സുപോലെ മനോഹരം. The biggest nursery in Kannur district since 1997, approved by Government of Kerala.